ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ. ഫാസ്ടാഗ് ഇടപാടിൽ സുപ്രധാന നീക്കവുമായി ഗതാഗത മന്ത്രാലയം. ടോൾ ബൂത്തിൽ ഫാസ്ടാഗ് ഇല്ലെങ്കിൽ ഇനി ഇരട്ടിപ്പണം നൽകേണ്ടി വരില്ല. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം. ഫാസ്ടാഗ് ഇല്ലാത്ത വാഹനങ്ങളിൽ നിന്ന് നിലവിൽ ഈടാക്കി വരുന്ന ഇരട്ടിപ്പണം പണമായി നൽകേണ്ട സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് തീരുമാനം. ഏപ്രിൽ 10 മുതൽ ഫാസ്ടാഗ് ഇല്ലാതെ ടോൾ ബൂത്തിലേക്ക് എത്തുന്ന വാഹനങ്ങൾ UPI വഴി പണമടച്ചാൽ സാധാരണ നിരക്കിനൊപ്പം 25% അധികം നൽകിയാൽ മതിയാകും. ഉദാഹരണത്തിന് ടോൾ നിരക്ക് 100 രൂപയായാൽ UPI വഴി പണമടയ്ക്കുന്നവർ 125 രൂപ നൽകിയാൽ യാത്ര തുടരാൻ സാധിക്കും. ഇതുവരെ ഇത്തരം വാഹനങ്ങളിൽ നിന്ന് 200 രൂപ വരെ ഈടാക്കുന്ന രീതിയായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുകയും ടോൾ പ്ലാസകളിൽ ക്യാഷ് ഇടപാടുകൾ കുറയ്ക്കുകയും ഗതാഗത തിരക്ക് നിയന്ത്രിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഈ മാറ്റം. ഫാസ്ടാഗ് സംവിധാനം ഉപയോഗിക്കാത്ത വാഹനങ്ങൾക്ക് പകരം ഡിജിറ്റൽ പേയ്മെന്റ് മാർഗങ്ങൾ ഉപയോഗിക്കാൻ ഇത് പ്രേരണയാകുമെന്ന് മന്ത്രാലയം വിലയിരുത്തുന്നു. ദേശീയപാത നിരക്ക് നിർണയവും ഈടാക്കലും സംബന്ധിച്ച 2008 ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയാണ് പുതിയ നിർദ്ദേശം പുറത്തിറക്കിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 10ാം ക്ലാസും ITIയും പാസ്സായവർക്ക് കസ്റ്റംസിൽ തൊഴിലവസരം. ചെന്നൈ കസ്റ്റംസ് ഗ്രൂപ്പ് C വിഭാഗത്തിലാണ് റിക്രൂട്ട്മെന്റ്. കസ്റ്റംസ് മറൈൻ വിങ്ങിൽ ട്രേഡ്സ്മാൻ, സീമാൻ, ഗ്രീസർ എന്നീ തസ്തികകളിലാണ് ഒഴിവുകളുള്ളത്. ഇത് സംബന്ധിച്ച വിജ്ഞാപനം എംപ്ലോയ്മെന്റ് ന്യൂസിൽ പ്രസിദ്ധീകരിച്ചു. ഉദ്യോഗാർത്ഥികൾ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ പ്രസക്തമായ മേഖലകളിൽ സാങ്കേതിക യോഗ്യതകൾ, കടലുമായി ബന്ധപ്പെട്ട പരിചയം എന്നിവ ഉണ്ടായിരിക്കണം. നിർദ്ദിഷ്ട യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഏപ്രിൽ 30-നകം ഓഫ്ലൈനായി അപേക്ഷ സമർപ്പിക്കാം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.